തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി സംസ്ഥാന സർക്കാർ. ADGPക്കെതിരെ DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്നാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശുപാർശ. പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം വേണമെന്നും ശുപാർശയുണ്ട്. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം എന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തെ ഇന്നലെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. ഇനി അന്വേഷണം നീട്ടിക്കൊണ്ടു പോകരുതെന്നും ശരിയായ അന്വേഷണമാണ് വേണ്ടതെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ സർക്കാരിന് സ്വീകാര്യമല്ലാത്തതുകൊണ്ടായിരിക്കണം ആ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. പൂച്ച കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും എലി പിടിക്കുന്നു പറയുന്ന പോലെ റിപ്പോർട്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് വരണം. അത് നീണ്ടുപോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ്. ഞാൻ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക? ഇപ്പം എത്ര അന്വേഷണമാണ്? 4 അന്വേഷണം ഈ ADGPക്കെതിരെ നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ്, എന്തൊരു കരുതലാ ഈ ADGPയോട്. കാരണം അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെല്ലാം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ വരട്ടെ, അതിനനുസരിച്ച് തീരുമാനമെടുക്കാം എന്നായിരുന്നു. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഈ റിപ്പോർട്ട് നിരാകരിക്കുകയാണ്, ADGPയുടെ റിപ്പോർട്ട് നിരാകരിക്കുകയാണ്. ഒരു അന്വേഷണം കൂടി ആവശ്യമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ RSS ADGP കൂടിക്കാഴ്ചയിൽ ഇന്നലെ ഒരു ഉത്തരവ് ഇറങ്ങിയതിന് സമാനമായി ഈ തൃശ്ശൂർ പൂരം കലക്കലിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഒട്ടും വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം ഇന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇറങ്ങുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണത്തിന് കൂടി വഴി തുറക്കുകയാണ്. ഇതിൽ പ്രധാനമായും ആഭ്യന്തര സെക്രട്ടറി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ADGPയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം കലക്കലിൽ വിശദമായ അന്വേഷണം വേണമെന്നും ADGPയുടെ വീഴ്ചകളിൽ മറ്റൊരു അന്വേഷണം കൂടി വേണമെന്നുമുള്ള ശുപാർശയാണ് നിലവിൽ ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുക ഇനി മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഇക്കാര്യം ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ് എന്നും ഇത് അറിഞ്ഞ ശേഷം തുടർ നടപടി എന്നുമാണ് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയതോടുകൂടി ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഏത് തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രി കൂടി തീരുമാനിക്കും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തിനുള്ള സാധ്യതയാണ് പ്രധാനമായും പറയുന്ന കാര്യം. നേരത്തെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് നിലവിൽ വീണ്ടും അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്ന ഘട്ടത്തിൽ കവറിംഗ് ലെറ്ററായി ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളും DGP ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിൽ പൂരം നടക്കുന്ന ദിവസം ADGP സ്ഥലത്തുണ്ടായിട്ടും കൃത്യമായൊരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളൊരു കണ്ടെത്തൽ DGPയുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം ഈ അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസം കഴിഞ്ഞിട്ടും ഇത് വൈകിപ്പിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തലും DGPയുടെ കുറിപ്പിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് വീണ്ടും അന്വേഷണത്തിന് വഴി തുറന്നതും ഒപ്പം ADGPയിൽ നിന്നുണ്ടായ വീഴ്ചയിൽ മറ്റൊരു അന്വേഷണത്തിന് കൂടി വഴി തുറക്കുന്ന സാഹചര്യമുണ്ടായതും DGPയുടെ ഇടപെടലാണ്. ഒപ്പം CPIയുടെ വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടം മുതൽ ഇതിൽ കൃത്യമായി അട്ടിമറി നടന്നു, ഗൂഢാലോചന നടന്നു, ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന് CPI ആരോപിച്ചിരുന്നു. ഇതിൽ ഉൾപ്പെടെ സർക്കാർ ഒരു അന്വേഷണത്തിലേക്ക് പോകാതെ സർക്കാരിന് മറ്റ് പോംവഴികളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇനി അറിയേണ്ടത് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുക എന്നതാണ്. വിജയകുമാർ. യെസ്, പ്രതീക്ഷ, ഏതു തരത്തിലുള്ള അന്വേഷണം എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ADGPയുടെ റിപ്പോർട്ട് തള്ളുന്നു, ADGPയുടെ ഇടപെടൽ കൂടി പരിശോധിക്കണം എന്ന നിലപാടിലേക്ക് ആഭ്യന്തര സെക്രട്ടറി എത്തുന്നു. അപ്പോൾ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേലുണ്ട് ADGPക്കെതിരെ നടപടിയെടുക്കാനും ചുമതലയിൽ നിന്ന് മാറ്റാനും ഒക്കെ. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കുന്നത് ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തു തരം അന്വേഷണത്തിനാണ് സാധ്യത? അത് ഒരുപക്ഷത്തെ പ്രതിപക്ഷത്തെ മാത്രമല്ല LDFലെ മറ്റ് ഘടകകക്ഷികളെ കൂടി തൃപ്തിപ്പെടുത്തുന്ന ഒരു നീക്കം ഉണ്ടാകേണ്ടേ? അതുണ്ടാകുമോ? ആ നിലയ്ക്കായിരിക്കുമോ തീരുമാനമുണ്ടാവുക? വിജയകുമാർ, തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു. ആരോപണങ്ങൾ
ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യമില്ല എന്നുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മറ്റ് തുടർ നടപടി എന്നതായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യം. മാത്രമല്ല ആഭ്യന്തര സെക്രട്ടറിയുടെ ഈ ശുപാർശയിൽ തൽസ്ഥാനത്ത് നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിർദ്ദേശമൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിൽ ഏതുതരം അന്വേഷണം ഈ പ്രതിപക്ഷം